ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. ആ ശല്യം ഇതോടുകൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ആളൂരാൻ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാൽ ദൈവത്തോടടക്കം നന്ദി പറയണം. ഞാൻ ഗോവിന്ദചാമിയുടെ കേസിൽ നിങ്ങൾ കണ്ടതാണ്, ഒരു റേപ്പ് എന്ന് പറയുന്നത്, റേപ്പ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കൺവെൻഷണൽ റേപ്പ്, രണ്ട് ലീഗൽ റേപ്പ്. ഇവിടെ കൺവെൻഷണൽ റേപ്പ് ഒന്നും നടന്നിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെടുമ്പോൾ ഒരു ലീഗൽ റേപ്പ് നടന്നിട്ടുണ്ട്. പുട്ടിംഗ് എനി ഇൻസ്ട്രുമെന്റ് ഓർ എനി വെപ്പൺ ഇൻസൈഡ് ദ വെജൈന, അതാണ് ലീഗൽ റേപ്പ് എന്ന് പുതിയ നിയമത്തിന്റെ പുതിയ. നമസ്കാരം. സ്വന്തം സഹോദരിക്ക് അല്ലെങ്കിൽ സ്വന്തം മാതാവിന് ഒരു റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ലീഗൽ റേപ്പാണോ കൺവെൻഷണൽ റേപ്പാണോ എന്ന് ഈ വ്യക്തി അന്വേഷിച്ച് പോവുമോ എന്ന് ചോദിക്കാൻ ഇയാൾ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല, അല്ലേ? ആളൊരു വക്കീൽ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് കമൻസ് വന്നു. അന്തരിച്ചു എന്ന് ഒരിക്കലും ഈ വ്യക്തിയെ പറയരുത്. എനിക്കെന്തുകൊണ്ടും അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ ആൾക്കാർ പറഞ്ഞത് ചത്തുപോയി എന്ന് തന്നെ പറയണം എന്നാണ് എന്നോട് കമൻസിൽ ഒരുപാട് കമൻസ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഫസ്റ്റ് 2 ക്ലിപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്ന് നമ്മുടെ സൗമ്യയുടെ, കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ആളൂര് മരിച്ചു എന്നറിഞ്ഞ സമയത്ത്. അതായത് ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു പോയി. അതായത് സൗമ്യയുടെ അമ്മ പറയുന്നത്, ഞാൻ നേരിട്ട് കണ്ട സമയത്ത് തന്നെ ഡയറക്റ്റായിട്ട് ആളൂരിനോട് പറഞ്ഞതാണ്, നിങ്ങൾ അങ്ങനെ മരണപ്പെടും എന്നുള്ളതും പോരാത്തതിന് അവർ പറയുന്നുണ്ട്, അവർക്ക് ഒരു മരണം കൂടി അവർക്ക് ഇനി ജീവിതത്തിൽ കേൾക്കണം ഗോവിന്ദചാമിയുടെ. അത് ഏതൊരു മലയാളിക്കും, ഏത് മനസ്സാക്ഷിയുള്ള ഏതൊരു മലയാളിക്കും അത്രയധികം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ന്യൂസ് തന്നെയാണത്. എന്തായാലും നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സൗമ്യയുടെ അമ്മയ്ക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം. അതിന് മുന്നേ 1-2 കാര്യങ്ങൾ പറയാനുള്ളത് എന്തറിയോ? ഞാൻ ഈ കമൻസിനെ പറ്റി പറയട്ടെ. എനിക്ക് ഉറപ്പന്നെയായിരുന്നു നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ ചില ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ എതിർത്ത്. എന്താ വെച്ചാൽ ഞാൻ സന്തോഷിക്കുന്നതല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാളുടെ മരണത്തിൽ ഒരിക്കലും ഞാൻ ഇതുവരെ സന്തോഷിച്ചിട്ടില്ല. നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യില്ല. മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരാളെ പറ്റി കുറ്റം പറയുക, അങ്ങനത്തെ ഒരു ടൈപ്പല്ല ഞാൻ. പക്ഷേ ഈ ഒരു കേസിൽ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവർക്കും മലയാളികൾ, എനിക്കൊന്നും വളരെ വളരെ വിരളമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ചിന്തിക്കുള്ളൂ. അതുപോലെ വിരളമായിട്ടുള്ള ആൾക്കാർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ 1-2 ആൾക്കാർ ഇപ്പോൾ എന്നെയും പറഞ്ഞു, നിനക്കും ഇതുപോലെ മരിച്ചു പോകണം എന്നുവെച്ചാൽ വളരെ ഹാർഷായിട്ട് എന്നോട് പറഞ്ഞു. എന്താണെന്നറിയോ, ജനിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മനുഷ്യനായാൽ മരിക്കണം, ഒരു ജീവനാണെങ്കിൽ അത് മരിക്കണം ഡെഫിനറ്റ്ലി. അതിൽ നമുക്ക് ആർക്കും തടുത്തു നിർത്താൻ കഴിയില്ലല്ലോ, അല്ലേ? പക്ഷെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളെ കൊണ്ട് ജീവിതത്തിൽ എല്ലാവരെ കൊണ്ടും നമുക്ക് നല്ലത് പറയിപ്പിക്കാൻ നമുക്ക് കഴിയില്ല, അല്ലേ? ഒരിക്കലും എല്ലാവരെയും പ്രീതിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയിട്ടോ അല്ലെങ്കിൽ എല്ലാവരെ കൊണ്ടും നല്ലത് പറയിച്ചിട്ട് ഒരാൾക്കും ഈ ലോകത്ത് കഴിയില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊക്കെ വളരെ നിസ്സാരനായിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പറയട്ടെ, ഒരു ഭൂരിഭാഗം അല്ലെങ്കിൽ ഒരുവിധം എല്ലാവരും 99.9% ആൾക്കാരും മോശം പറയുന്നൊരു വ്യക്തിയായിട്ടല്ല ഞാനൊന്നും ഈ ലോകത്തുനിന്ന് പോവുക എന്നുള്ളത് എനിക്ക് വളരെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. എന്തായാലും എന്താണ് ജിഷയുടെ അമ്മയ്ക്ക് പറയാനുള്ളത് നോക്കാം. നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾ പറഞ്ഞോളൂ, അതന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ യുക്തി എന്താണോ അതിനനുസരിച്ചാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. എന്താണ് സൗമ്യയുടെ അമ്മയ്ക്ക് പറയാനുള്ളത് നോക്കാം. എൻ്റെ മോളുടെ കേസിൻ്റെ സൗമ്യയുടെ കേസിന് വേണ്ടിയിട്ട് ആൾ വാദിക്കാൻ വന്നു. ആൾ വാദിച്ചു. കേസ് എല്ലാ രീതിയിലും പല വഴിയിലിതായിപ്പോയി. അന്ന് മുതൽ സുപ്രീം കോടതിയിൽ നിന്ന് ഈ കേസ് ഇതായി അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ ആളോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ, നിങ്ങൾക്ക് ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ, ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാ വേദന നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ പലവട്ടം പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഗോവിന്ദചാമി എന്ന് പറഞ്ഞ ആ വ്യക്തി മരിക്കാനും ഈ ആളൂരാൻ വക്കീൽ ഒരാളുടെ കേസ് ബാധിക്കാതെ മരണം അയാളുടെയും ഞാൻ ആളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണിത്. ആ വാക്ക് ഇപ്പം ഇന്ന് ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടപ്പം എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കാരണം എൻ്റെ പല കാര്യങ്ങളും ഓർത്തിട്ടുള്ള സങ്കടങ്ങൾ അതെനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല, എങ്കിലും ഞാൻ പറയാണ്. ആളൂരാൻ ഇനിയൊരു ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരാൻ വക്കീൽ, പല ആൾക്കാരുടെ കാര്യത്തിലും ആളൂരാൻ വക്കീൽ തല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല. അയാൾ കുറേ പണം ഉണ്ടാക്കി, ഇതെല്ലാം അയാളെ കൊണ്ടുപോയില്ലേ ഒന്നും. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ.
ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം. അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഗോവിന്ദൻ ചാമിയുടെ മരണം അതും ഇതുപോലെ ഞാൻ എൻ്റെ ഈ ചാനലുകാർ പിടിച്ച് പറഞ്ഞിട്ട് ഞാനത് അറിഞ്ഞിരിക്കും. ആ ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. ആ ശല്യം ഇതോടുകൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ആളൂരാൻ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാൽ ദൈവത്തോടടക്കം നന്ദി പറയണം. എന്താ എത്ര വിഷമത്തോടു കൂടിയാണ് അല്ലേ ഈ അമ്മയുടെ വാക്കുകൾ. പക്ഷേ ആളൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി മാത്രമേ ഇവിടെ മരണപ്പെട്ടിട്ടുള്ളൂ. ഒരുപാട് ആളൂരുമാർ ഇനിയും ഈ ലോകത്ത് നിന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഒരുപാട് പേരെ ഇനിയും നമ്മൾ കാണാൻ കിടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇയാളെക്കുറിച്ച്, ഈ ആളൂരിനെ കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇയാൾ ഈ സൗമ്യ കേസിലാണല്ലോ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അതിന് മുന്നേ ഇയാൾ പൂനെയിലായിരുന്നു. അവിടെയുള്ള ഈ പറഞ്ഞിട്ടുള്ള അധോലോകങ്ങളുടെയും കേസും കാര്യങ്ങളൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇന്ന് നെറ്റിൽ നിന്ന് എനിക്ക് കിട്ടി. എന്തായാലും ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ കേട്ടു. അടിച്ചു പോകാൻ ഹൃദയവും കരളും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇയാൾക്ക് കിഡ്നി അസുഖം വന്നിട്ട് മരിച്ച് എന്നുള്ള അതുപോലത്തെ ഒരുപാട് കമൻറ്റ്സ് നമ്മൾ കണ്ടു. എന്തായാലും ഇന്ന് ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഇയാൾ അവസാനമായിട്ട് ഇപ്പോൾ വാദിക്കാൻ നിൽക്കുന്ന കേസ്, ഇയാളിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള കേസ്, അതിൻ്റെ വാദം തുടങ്ങാൻ നിൽക്കുന്ന കേസായിരുന്നു ഡോക്ടർ വന്ദനാദാസിൻ്റെ കേസ് അല്ലേ. അപ്പോൾ ഇയാൾക്ക് വേണ്ടി വാദിക്കുന്ന, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി പറഞ്ഞിട്ടും എന്നെ പ്രാഗിക്കൊണ്ടും സംസാരിച്ചിട്ടുള്ള ഇയാൾക്ക് വേണ്ടി, ഈ ആളൂരിനെ പോലുള്ള വ്യക്തികൾക്ക് വേണ്ടി വാദിക്കുന്നവർ, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളൊരു ആളൂരാണ്. നിങ്ങളാണ് ഇനി ഇയാൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആളൂരുമാർ. അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇയാൾക്ക് മക്കളൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഇയാൾക്ക് ഇയാളുടെ ജാരസന്തതികളായിരിക്കാം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇതുപോലൊരു അമ്മ പറയുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് അനുഭവിച്ചിട്ടുള്ള വിഷമം മനസ്സിൽ തട്ടും. സ്വാഭാവികമായിട്ട് നമുക്ക് ആ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇതുപോലുള്ള അമ്മമാരുടെ വിഷമങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഇതുപോലുള്ള ആളൂർമാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വാദിക്കുന്ന ആൾക്കാരോടൊക്കെ ഉച്ചമൊക്കെ വരും ചെറിയ വാക്ക്, അത് വേറെ ആരുടെയെങ്കിലും ഉപയോഗിക്കാം. എന്തായാലും ഇയാളുടെ ഒരു ജൂനിയർ, അപ്പോൾ ഈ വന്ദനാദാസിൻ്റെ കേസ് ഏറ്റെടുത്തിരുന്നത് ഇയാളും ഇയാളുടെ ഒരു പാർട്ട്ണറായിട്ടുള്ളൊരു വക്കീലാണ്, മനു എന്നാണ് പേര്. അപ്പോൾ പുള്ളി കുറച്ച് ദിവസം മുന്നേ, ഏപ്രിൽ സൂയിസൈഡ് ചെയ്തിരുന്നു. ഇവർ ഈ കേസിൻ്റെ, വന്ദനാദാസിൻ്റെ കേസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമൊക്കെ എടുത്തിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട്. ആ പ്രിപ്പറേഷൻസിന് എടുത്ത റൂമിലാണ് ഈ മനു എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ മറ്റേ വക്കീൽ, വളരെ പ്രഗത്ഭനായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അയാൾ തൂങ്ങി മരിച്ചിട്ടുള്ളൊരു കേസുണ്ട്. ആ തൂങ്ങി മരിച്ച എന്തോ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂവിനെ കുറിച്ച് ആളൂർ പ്രതികരിച്ചു. ആ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്തവർക്കെതിരെ കേസെടുക്കും എന്ന് ആളൂർ പറഞ്ഞ സമയത്ത് അതിനിടയിലും ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. മനു എന്ന് പറഞ്ഞിട്ടുള്ള ആ വക്കീൽ തൂങ്ങി മരിച്ചു, അയാൾക്ക് ഉണ്ടായതിനേക്കാളും വളരെ ദയനീയമായിട്ടൊരു അന്ത്യമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് ആണ് അന്ന് അയാളുടെ വീഡിയോയിൽ ഉണ്ടായത്. ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഹൈക്കോടതി സീനിയർ അഭിഭാഷകനും മുൻ ഗവൺമെൻറ് പ്ലീഡറുമായിരുന്ന അഡ്വക്കേറ്റ് PG മനുവിനെ കഴിഞ്ഞ ഏപ്രിലിൽ കൊല്ലം ആനന്ദവല്ലീശ്വരത്തുള്ള വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ ഇന്നിതാ ആശാനായ BA ആളൂർ ലിസി ഹോസ്പിറ്റലിൽ അന്തരിച്ചു. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ ട്രയൽ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പിനായിട്ടായിരുന്നത്രേ കൊല്ലം ആനന്ദവല്ലീശ്വരത്ത് ഒരു വാടക വീട് എടുത്തിട്ടിരുന്നത്. മനു കാലുപിടിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടുകൂടിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നും ആ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ കർശന നിയമ നടപടിയെടുക്കുമെന്നും പറഞ്ഞ് ആളൂർ രംഗത്തെത്തിയിരുന്നു. ആ വാർത്തയുടെ കമന്റിന്റെ അടിയിൽ അന്ന് ആയിരക്കണക്കിന് ആളുകൾ കമന്റ് ഇട്ടത് ഇപ്രകാരമായിരുന്നു: ആളൂരെ, തൻ്റെ അന്ത്യവും ഇതിലും കഷ്ടമായിരിക്കും എന്ന്. ഇതേതാണ്ട് അറം പറ്റിയ പോലെയായി. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂരും PG മനുവും. ഭൂമിയിലെ കോടതികളിൽ കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി വാദിച്ച ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ എന്ന ആളൂർ വീട്ടിൽ ബിജു ആന്റണിയെ ദൈവം വിളിച്ചു. നോക്കൂ, നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് വരെ, നമ്മുടെ വീട്ടിലേക്കൊരു പ്രശ്നം വരുന്നത് വരെ നമുക്കെല്ലാം ന്യൂസാണ് അല്ലേ, നമുക്കെല്ലാം വാർത്തയായിരിക്കും. ടിൽ ദ ടൈം നമ്മുടെ വീട്ടിലേക്ക്, അത് നമ്മളെ കുടുംബത്തിലുള്ള വീട്ടിലുള്ള അമ്മയ്ക്കോ സഹോദരിക്കോ സഹോദരങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ആർക്കെങ്കിലും ഇത് സംഭവിക്കുന്നവരെ നമുക്കെല്ലാം ന്യൂസാണ്. ഇത് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ, നെഗറ്റീവ് അല്ല കേട്ടോ, ഈ ആളൂരിനെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് എന്ത് ചിന്തിച്ചിട്ടാണ് അവർ ചെയ്യണമെന്നുള്ള അറിയില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രം പറയണേ. നിങ്ങളുടെ സ്വന്തക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, അമ്മ, സഹോദരി, മക്കൾ
ഇവർക്ക് ആർക്കെങ്കിലും ഇതുപോലെ പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം ഇത് ന്യൂസ് ആയിരിക്കാം. അപ്പം നിങ്ങൾ പറയുമായിരിക്കാം അയാൾ ഭയങ്കര പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്തിരുന്നിട്ടുള്ള ഒരു വക്കീലാണ്, അയാളെ പ്രൊഫഷനോട് 100% ഡിഗ്നിറ്റി കാണിച്ചു, അയാൾ അത്രയും എന്താ പറയുക ആത്മാർത്ഥമായിരുന്നു, അയാൾക്ക് എന്താ പറയുക നിയമപുസ്തകം എന്ന് പറഞ്ഞാൽ അത്രയും ഡിവൈനായിരുന്നു, ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണ് ഇതൊക്കെ പറയാൻ തോന്നും. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ രീതിയിൽ മറുപടി മോശമായിട്ടുള്ള കമൻസിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷേ എന്തോ ഞാൻ സാധാരണഗതിയിൽ വീഡിയോസിൽ ഇങ്ങനെ പറയാത്തതാണ്, പക്ഷേ എനിക്ക് എന്തോ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു ദിവസം എന്നെപ്പോലെ ചിന്തിക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ജസ്റ്റ് സോഷ്യൽ മീഡിയ ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം വെച്ചാൽ ഒരു മനുഷ്യൻ്റെ മരണത്തിൽ ഇത്രയധികം ആൾക്കാർ ഒരേ സ്വരത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുള്ള വേറൊരു ദിവസമോ വേറൊരു സിറ്റുവേഷനോ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇപ്പോൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.